വിശുദ്ധവാരം ബുധൻ. കർത്താവേ, അങ്ങയുടെ കാരുണ്യമനുസരിച്ച് എനിക്ക് ഉത്തരമരുളണമേ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 26 തിരുവചനങ്ങൾ 14 മുതൽ 25 വരെ. 12 പേരിൽ ഒരുവനായ യൂദാസ് കറിയോത്ത പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും? അവർ അവന് 30 വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു. അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ അവസരം അന്വേഷിച്ചുകൊണ്ടിരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിന്റെ അടുത്തുവന്ന് ചോദിച്ചു, നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിൽ പോയി ഇന്നയാളുടെ അടുത്തു ചെന്ന് പറയുക, ഗുരു പറയുന്നു, എന്റെ സമയം സമാഗതമായി ഞാൻ എന്റെ ശിഷ്യന്മാരോടുകൂടെ നിന്റെ വീട്ടിൽ പെസഹ ആചരിക്കും. യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി. വൈകുന്നേരമായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടൊത്ത് ഭക്ഷണത്തിനിരുന്നു. ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവർ അതീവ ദുഃഖിതരായി. കർത്താവേ, അത് ഞാനല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി. അവൻ പ്രതിവചിച്ചു, എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം. ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. അവനെ ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസ് അവനോട് ചോദിച്ചു, ഗുരു, അത് ഞാനോ? അവൻ പറഞ്ഞു, നീ പറഞ്ഞു കഴിഞ്ഞു. ക്രിസ്തുവിന്റെ സുവിശേഷമാണ് നാം ശ്രവിച്ചത്. വിചിന്തനം. ഒറ്റുക എന്നാൽ ചിന്തിക്കുക എന്നാണ് അർത്ഥം. എന്നാൽ ഈ ചതി അതിക്രൂരമായി നമുക്ക് തോന്നുന്നത് സ്നേഹിതർ ഉറ്റവർ ചതിക്കുമ്പോഴാണ്. ഭർത്താവിനെ ചതിക്കുന്ന ഭാര്യ, ചേട്ടനെ ചതിക്കുന്ന അനുജൻ, ഇവരൊക്കെ യൂദാസിന്റെ മറ്റു രൂപങ്ങളാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില പ്രശസ്തമായ ചതിക്കഥകളുണ്ട്. കായേനും ആബേലും, യാക്കോബും ഏസാവും, ജോസഫും സഹോദരന്മാരും, ദാവീദും ഊറിയായും, ജസബേലും ആഹാബും. അപ്പോൾ യൂദാസ് രൂപപ്പെട്ടത് നമ്മുടെ തന്നെ പൂർവ്വപിതാക്കന്മാരിലും രാജാക്കന്മാരിലും നിന്നൊക്കെ തന്നെയാണ്. എല്ലാ യഹൂദരും കണക്കിന് പ്രഹരമേറ്റവരാണ്. നാം എന്നും നമ്മുടെ ഹൃദയത്തിന്റെ സ്വരം കേൾക്കണം. ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന 7 പേരെക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. ആമേൻ. ഈ മനോഹരമായ ചിന്തകളോടുകൂടി ഇന്നത്തെ ദിവസം അനുഗ്രഹപ്രദമാകുവാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗാഗുൽത്തായിലെ ഗാനം ഒരു മൂകരാഗം. ഗാഗുൽത്തായിലെ ഗാനം ഒരു മൂകരാഗം. ക്രൂശിതനാം ദൈവപുത്രൻ തന്നുടെ വേദന തൻ കഥ പാടും ഗാനം ഒരു മൂകരാഗം. ഗാഗുൽത്തായിലെ ഗാനം ഒരു മൂകരാഗം.
മാനവനായി പിറന്നു ഭൂവിൽ ദുഃഖങ്ങൾ പങ്കുവച്ചു. മാനവനായി പിറന്നു ഭൂവിൽ ദുഃഖങ്ങൾ പങ്കുവച്ചു. സ്വാർത്ഥതയാം വെള്ളി കാശിനു വേണ്ടിയ ദേവനെ ഒറ്റിക്കൊടുത്തു. നമ്മൾ ദേവനെ ഒറ്റിക്കൊടുത്തു. ഗാഗുൽത്തായിലെ ഗാനം ഒരു മൂകരാഗം. ക്രൂശിതനാം ദിവ്യപുത്രൻ തന്നുടെ വേദന തൻ കഥ പാടും ഗാനം ഒരു മൂകരാഗം. ഗാഗുൽത്തായിലെ ഗാനം ഒരു മൂകരാഗം. തൻ പിതാവിന്റെ സ്നേഹം നൽകി ഭൂതലേ നന്മ ചൊരിഞ്ഞു. തൻ പിതാവിന്റെ സ്നേഹം നൽകി ഭൂതലേ നന്മ ചൊരിഞ്ഞു. പാപത്തിൻ കുരിശിൽ ജീവനർപ്പിച്ചു പാപവിമോചനമേകി. പാരിനു പാപവിമോചനമേകി. ഗാഗുൽത്തായിലെ ഗാനം ഒരു മൂകരാഗം. ക്രൂശിതനാം ദൈവപുത്രൻ തന്നുടെ വേദന തൻ കഥ പാടും ഗാനം ഒരു മൂകരാഗം. ഗാഗുൽത്തായിലെ ഗാനം ഒരു